ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എന്താണ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാത്സിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മാത്സിൽ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് എണ്ണൽ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഒറ്റ സംഖ്യകൾ എല്ലാവർക്കും അറിയാം അല്ലേ. ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയും? ഓഡ് നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ഓഡ് നമ്പേഴ്സ് എന്ന് പറയും ഒറ്റ സംഖ്യകൾ. 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ് അല്ലേ. നമുക്കറിയാം 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ചോദിച്ചാൽ ഏതാ? 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്താ? അനന്തമാണ്. അപ്പോൾ ഏറ്റവും വലുത് ചോദിച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കണം. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n² ആണ് കേട്ടോ. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n² എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ടൈപ്പ് PSC ചോദിക്കുന്നതാണ്. 1, 3, 5, 7, 9 തുടങ്ങി 35 വരെ
എത്ര ഒറ്റസംഖ്യകളുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 35 വരെയല്ലേ, അപ്പോൾ 35 ആയിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ നമുക്കറിയാം ഇരട്ട സംഖ്യകൾ നമ്മൾ പറഞ്ഞപ്പോൾ രണ്ട് വ്യത്യാസമാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഇവിടെ ഒറ്റ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 3, 5 ഇങ്ങനെ 2 വ്യത്യാസത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇവിടെ 1, 3, 5, 7 അല്ലേ. ഈ 7 വരെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. ഇനി 11 വരെ എഴുതിയെന്ന് വിചാരിച്ചോ, അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? അവിടെ 1, 3, 5, 7, 9, 11 വരെ ആകുമ്പോഴത്തേനും അവിടെ എത്ര എണ്ണം ഉണ്ടാവും? അവിടെ 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ 1, 3, 5, 7 ഇവിടെ 4 എണ്ണമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ 7 ഉണ്ടല്ലോ അവസാനം കിടക്കുന്നത് 7 വരെയാണ്. അപ്പോൾ 7ൻ്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 8/2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. മനസ്സിലായോ? അതേ ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 35 വരെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 35നോട് 1 കൂട്ടുക, എത്ര കിട്ടും? 36. അതിൻ്റെ പകുതി എടുക്കുക, എത്രയാ? 18 ഒറ്റ സംഖ്യകളായിരിക്കും 1 മുതൽ 35 വരെ ഉണ്ടാവുക. 35ൻ്റെ പകുതി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് വരും. എണ്ണം പറയുമ്പോൾ പോയിന്റ് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 35നോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? എത്ര വരെയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക, അതിനോട് 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ഉത്തരം 18. ഇവിടെ നോക്കിക്കേ, 1, 3, 5, 7, 9 തുടങ്ങി 59 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 59നോട് 1 കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 60ൻ്റെ പകുതി എത്രയാ? 30. അപ്പോൾ 30 ഒറ്റ സംഖ്യകളായിരിക്കും 59 വരെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതേപോലെ 1, 3, 5, 7, 9 ഇങ്ങനെ പോയിട്ട് ഇവിടെ 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 49നോട് 1 കൂട്ടുക, 50. 50ൻ്റെ പകുതി എടുക്കുക, 25 ഒറ്റ സംഖ്യകളായിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന അവസാനത്തെ നമ്പർ എടുക്കുക, 1 കൂട്ടുക, പകുതി എടുക്കുക. ആൻസറായി. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് 100ാമത്തെ ഇരട്ടയല്ല കേട്ടോ, ഒറ്റ സംഖ്യയാണ്. 100ാമത്തെ ഒറ്റ സംഖ്യ എത്ര? 100ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 100ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 100ൻ്റെ ഇരട്ടി എടുക്കുക. എന്താ ചെയ്യേണ്ടേ? 100ൻ്റെ ഇരട്ടി എടുക്കുക. 100ൻ്റെ ഇരട്ടി എത്രയാ? 200 അല്ലേ. ഇരട്ടി എന്ന് പറയുമ്പോൾ അതിന് ഡബിൾ ആണ്. അപ്പോൾ 100ൻ്റെ ഇരട്ടി 200. ആ 200ൽ നിന്ന് 1 കുറയ്ക്കുക, എത്ര കിട്ടും? 199. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 100ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 199. എന്താ ചെയ്തത്? തന്നിരിക്കുന്ന നമ്പർ എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ നിന്നും 1 കുറച്ചാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ, 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 50ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 50ൻ്റെ ഇരട്ടി എടുക്കുക. 50ൻ്റെ ഇരട്ടി എത്രയാ? 100. 100ൽ നിന്ന് 1 കുറച്ചാൽ മതി, 99 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 60ാമത്തെ ഒറ്റ സംഖ്യയാണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. 60ാമത്തെ ഒറ്റ സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യണം? 60ൻ്റെ ഇരട്ടി എടുക്കുക. 60ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 അല്ലേ. ആ 120ൽ നിന്നും 1 കുറയ്ക്കുക, എത്ര കിട്ടും? 119 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ 100ാമത്തെ ഒറ്റ സംഖ്യ, 50ാമത്തെ ഒറ്റ സംഖ്യ, 40ാമത്തെ ഒറ്റ സംഖ്യ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ നിന്നും 1 കുറയ്ക്കുക, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക. ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിന്ന് ഫസ്റ്റ് പഠിച്ചു. എന്താണ്? n² ആണ് അല്ലേ, n². അപ്പോൾ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ, ആദ്യത്തെ എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ n-ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. n-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15². 15² എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 അവസാനിക്കുന്ന സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 5ൻ്റെ സ്ക്വയർ ആദ്യം എഴുതാം, 25. പിന്നെ ഇവിടെ 1 ആണ്. 1ൻ്റെ കൂടെ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ, 1ൻ്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 2. 1 × 2 2. അപ്പോൾ 225 എന്ന് കിട്ടി. അടുത്തത് ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക. 25 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n = 25. തുക കാണാൻ n². n² എന്ന് പറയുമ്പോൾ 25². എങ്ങനെ കണ്ടുപിടിക്കും? 5ൻ്റെ സ്ക്വയർ 25. 2 ആണ് ഇവിടെ ഉള്ളത്. 2ൻ്റെ തൊട്ടടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ 2 × 3 ചെയ്യുമ്പോൾ 6, 625. ഇനി ആദ്യത്തെ 13 ഒറ്റസംഖ്യകളുടെ തുകയാണ് ചോദിച്ചതെന്ന് വിചാരിച്ചോ. അപ്പോൾ n = 13 ആണ്.
തുക കണ്ടുപിടിക്കാൻ n സ്ക്വയർ 13ന്റെ സ്ക്വയർ എത്രയായിരിക്കും 169 ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് തുക കണ്ടുപിടിക്കാം. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് മനസ്സിലായല്ലോ. അടുത്തത് നാലാമത്തെ ടൈപ്പാണ് 1 + 3 + 5 + 7 + എക്സിട്ര + 99. അതായത് എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളാണോ? 99 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് അല്ലേ. 99 എണ്ണൽ സംഖ്യകളാണെങ്കിൽ നമുക്ക് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ 99ന്റെ സ്ക്വയർ എടുത്താൽ മതി. പക്ഷെ ഇവിടെ 99 വരെ ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതിയിരിക്കുക. അപ്പോൾ 99 എണ്ണൽ സംഖ്യ ഉണ്ടാവുമോ? ഇല്ല. 99 വരെ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടാവും എന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 99 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 99നോട് എന്ത് ചെയ്താൽ 1 കൂട്ടാം. അപ്പോൾ എത്ര കിട്ടും? 100. അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 100ന്റെ പകുതി 50 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n എന്ന് പറയുന്നത് 50 എന്ന് കിട്ടി. ഇനി അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുകയാണ്. സോ n സ്ക്വയർ എന്ന് പറയുമ്പോൾ 50ന്റെ സ്ക്വയർ. 50ന്റെ സ്ക്വയർ എത്രയാ? 5ന്റെ സ്ക്വയർ 25. 0യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2500 എന്ന് ആൻസർ കിട്ടി. അടുത്ത നോക്കിക്കേ, 1 + 3 + 5 + 7 + എക്സിട്ര + 25. 25 ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുകയാണോ ഇത്? അല്ല. 25 വരെയുള്ള എത്ര ഒറ്റസംഖ്യകളുണ്ടോ അത്രയും ഒറ്റസംഖ്യകളുടെ തുകയാണ്. അപ്പോൾ 25 വരെ എത്ര എണ്ണം ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? 25ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 26. അതിൻ്റെ പകുതി എത്രയാ? 26ന്റെ പകുതി എന്ന് പറയുന്നത് 13. അപ്പോൾ 13 ആണ് നമുക്ക് എന്ത്? ഈ n 13 ആണെങ്കിൽ n സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 13ന്റെ സ്ക്വയർ 169 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ 1 + 3 + 5 + 7 + 99 വരെയാണ്. അല്ലാതെ 99 എണ്ണൽ സംഖ്യ ഇവിടെ വരില്ല. 99 വരെ ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതുമ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 99ന്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. ദെൻ n സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് നാലാമത്തെ ടൈപ്പ് ചോദിക്കുന്നത്. അടുത്തത് അഞ്ചാമത്തെ ടൈപ്പ്. 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. 17 വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 17 വരെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 17 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടായിരിക്കും? 17 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ 17 + 1 / 2 അല്ലേ. 17ന്റെ കൂടെ 1 കൂട്ടിയാൽ 18. 18ന്റെ പകുതി 9 ഒറ്റസംഖ്യകളായിരിക്കും 17 വരെ ഉണ്ടായിരിക്കുക അല്ലേ. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + 17 ഇങ്ങനെയാണ് 17 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എഴുതി കൂട്ടാം. അല്ലാതെ നമ്മൾ ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന 17 വരെ എന്നാണ്. സോ അതിനോടൊപ്പം 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 9 ഒറ്റസംഖ്യകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n ആണ് നമുക്ക് 9 കിട്ടിയത്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ എന്ന് പറയുമ്പോൾ 9ന്റെ സ്ക്വയർ 81 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതുപോലെ ഇവിടെ നോക്കിക്കേ, 39 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. 39 വരെ ആദ്യം എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 39 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടാവും? 39ന്റെ കൂടെ 1 കൂട്ടുക 40. 40ന്റെ പകുതി എടുക്കുമ്പോൾ 20. അപ്പോൾ n എന്ന് പറയുന്നത് 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാൻ n സ്ക്വയർ = 20 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 400 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 17 വരെ അല്ലെങ്കിൽ 50 വരെ അല്ലെങ്കിൽ 40 വരെ ഉള്ള ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതുവരെയുള്ള ആദ്യം ഒറ്റസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. എണ്ണം കണ്ടുപിടിക്കാൻ ആ വരെ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സംഖ്യയോടെ 1 കൂട്ടി പകുതി എടുക്കുക. അപ്പോൾ n കിട്ടും. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തുകയും കിട്ടും. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ടൈപ്പ്. ഇനി ആറാമത്തെ ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 625. ഇത്ര നേരം നമുക്ക് n തന്നിട്ട് തുക കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, തുക തന്നിട്ടുണ്ട്. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n സ്ക്വയർ ആണ്. n സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 625. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താ? ഏതിൻ്റെങ്കിലും സ്ക്വയർ നമുക്ക് തന്നിട്ട് n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √625 എന്ന് പറയുന്നത് 25 അല്ലേ. 25ന്റെ സ്ക്വയർ ആണല്ലോ 625, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ √625 എന്ന് പറയുന്നത് 25 ആണ് അല്ലേ. അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ 25
സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത് 625 നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റൂട്ട് 625 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടാണ് ഇവിടെ റൂട്ടായിട്ട് മാറുന്നത്. സോ റൂട്ട് 625 എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 25 ആൻസർ വരിക. അടുത്ത് നോക്കിക്കേ, ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 225? നമുക്ക് തന്നിരിക്കുന്നത് n സ്ക്വയർ സമം 225 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? 225ന്റെ റൂട്ട് കണ്ടുപിടിക്കുക. 225 എന്ന് പറയുന്നത് എത്രയുടെ റൂട്ടാണ്? 15ന്റെ അല്ലേ? 15ന്റെ സ്ക്വയർ ആണ് 225 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ 225ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് 15 ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 225 കിട്ടും. അപ്പോൾ റൂട്ട് 225 എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഒരു 15 എഴുതുക. അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ആറാമത്തെ ടൈപ്പ്, തുക തന്നിട്ട് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് ഏഴാമത്തെ ടൈപ്പ്, തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 88 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ചോദിക്കാറുണ്ട്. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ഇരട്ട സംഖ്യ ചെയ്തില്ലേ, അതേ മെത്തേഡാണ്. ഇരട്ട സംഖ്യ എങ്ങനെയായിരുന്നു ചെയ്തത്? തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? തന്നിരിക്കുന്നതിനെ 4 കൊണ്ട് ഹരിച്ചു അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ 88നെ 4 കൊണ്ട് ഹരിക്കുന്നു. 88നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 4ൽ 4 ഒരു തവണ, 8ൽ എത്ര പ്രാവശ്യം 4 പോകും? 2 തവണ. ഇവിടെയും 2 തവണ. അപ്പോൾ 22 എന്ന് കിട്ടി. അപ്പോൾ 22 ഇതെന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ മിഡിലിലെ നമ്പറാണ് അല്ലേ? സെൻറ്ററിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ 22 സെൻറ്ററിലാണ്. അതിൻ്റെ ഇപ്പുറത്ത് 21 ഉണ്ടാവും, ഇപ്പുറത്ത് 23 ഉണ്ടാവും. ഒറ്റ സംഖ്യ അല്ലേ? 22 ഒറ്റ സംഖ്യ അല്ലല്ലോ. അപ്പം അതിൻ്റെ തൊട്ടുള്ളത് ചെറിയ സംഖ്യയും ഇപ്പുറത്തുള്ളത് വലിയ സംഖ്യയും. നമ്മളൊരു ചോദിച്ചിരിക്കുന്നത് എന്താ? ചെറിയ സംഖ്യയാണ്. സോ നമ്മുടെ ആൻസർ 21 ആയിരിക്കും. ഓക്കെ, അടുത്തത് തുടർച്ചയായ രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്നുണ്ട്. വ്യത്യാസം 104 ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 104 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ 104 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെയ്യുമ്പോൾ 4ൽ 4 ഒരു തവണ, 10ൽ എത്ര തവണ പോകും? 2 4 ആകുമ്പോഴത്തേനും 8 ആയി. 3 4 12 ആവും. അപ്പോൾ നമുക്ക് 2 തവണ എടുക്കാൻ പറ്റുള്ളൂ. 2 4 8 കിട്ടി. 8ന്റെ ബാക്കി എത്രയുണ്ട്? 10ൽ 8 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട്. ആ 2 ഈ 4ന്റെ തൊട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 24 എന്ന് വായിക്കണം. അപ്പോൾ ഈ 24ൽ വീണ്ടും 4 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും അല്ലേ? 6 4 24. സോ നമുക്ക് ആൻസർ 26 എന്ന് കിട്ടി. ഈ 26 എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിലുള്ള നമ്പറാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 25 ഉണ്ടാവും, ഇപ്പുറത്ത് 27 ഉണ്ടായിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയാണ്. സോ നമ്മുടെ വലിയ സംഖ്യ എത്രയാ? 27 ആയിരിക്കും നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടർച്ചയായ രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു തുക തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെൻറ്ററിലെ നമ്പർ ആയിരിക്കും. ഇപ്പുറത്തും എന്തുണ്ടായിരിക്കും? ഒരു സംഖ്യ ഉണ്ടായിരിക്കും, ഇപ്പുറത്തും ഒരു സംഖ്യ ഉണ്ടായിരിക്കും. മിഡിൽ ടേം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുക. അടുത്ത ടൈപ്പ്, എട്ടാമത്തെ ടൈപ്പ്, എയും ബിയും ഒറ്റസംഖ്യയായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? ഞാൻ ഓപ്ഷൻസ് തരാം നിങ്ങൾക്ക്. എ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് 2, ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് 1, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ പ്ലസ് ബി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എയും ബിയും ഒറ്റസംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യ ആവുന്നത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കഴിഞ്ഞ ഖാദി ബോർഡിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ എയും ബിയും ഒറ്റസംഖ്യയാണ്. അപ്പോൾ ഇരട്ടസംഖ്യ ആവുന്നത് ഏതാണ്? നമുക്കറിയാം, രണ്ട് ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഇരട്ടസംഖ്യ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? രണ്ട് ഒറ്റസംഖ്യകൾ, ഇപ്പോൾ 3 ഒറ്റസംഖ്യയാണ്, 1 ഒറ്റസംഖ്യയാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 ഇരട്ടസംഖ്യ കിട്ടുന്നത്. അതുപോലെ 7 ഒറ്റസംഖ്യയാണ്, 3 ഒറ്റസംഖ്യയാണ്. 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 10 ഇരട്ടസംഖ്യയാണ് അല്ലേ? അപ്പോൾ രണ്ട് ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഇരട്ടസംഖ്യയാണ് കിട്ടുക. എ പ്ലസ് ബി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇനി സപ്പോസ് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ട് ഒറ്റസംഖ്യ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ളതൊന്ന് എടുത്തിട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ 1 3 നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തല്ലോ. അപ്പോൾ 1 3 തന്നെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ എ ഇൻറ്റു ബി ചെയ്ത് നോക്കുക. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അത് ഒറ്റസംഖ്യ ആണോ? അല്ല. അപ്പോൾ ഇത് ഒറ്റസംഖ്യ അല്ല.
അടുത്തത് a ഇൻറ്റു ബി പ്ലസ് 2 ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 1 പ്ലസ് 2, 3 ഇൻറ്റു 1 3, 3 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടും അല്ലേ. അപ്പോൾ ഇതും ഒറ്റ സംഖ്യ വരുന്നത്, ഇരട്ട സംഖ്യ വരുന്നില്ല. അടുത്തത് a പ്ലസ് ബി പ്ലസ് 1, അതായത് 3 പ്ലസ് 1 പ്ലസ് 1, 3 1 കൂടെ കൂട്ടുമ്പോൾ 4, 4ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5 വരുന്നത്. അപ്പോൾ വീണ്ടും ഒറ്റ സംഖ്യ, അപ്പോൾ അതുമല്ല. അപ്പോൾ പിന്നെ ഏത് മാത്രമേ ഉള്ളൂ, a പ്ലസ് ബി, 3 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഏത് രണ്ട് ഒറ്റസംഖ്യകൾ കൂടെ കൂട്ടി നോക്കിക്കോളൂ നിങ്ങൾ. എപ്പോഴും ഏതൊരു ഒറ്റസംഖ്യയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒറ്റ സംഖ്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 8 ടൈപ്പും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്